ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മളിന്നിപ്പോൾ ഉള്ളത് മൂന്നാറിലാണ്. നമ്മളിവിടെ എത്തിയിരിക്കുന്ന ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവിൻ്റെ ഭാഗമായിട്ടാണ്. ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ് എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ മിസ്സർ ആ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവ്. ഇപ്പോഴത്തെ ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവിൻ്റെ തീം എന്ന് പറയുന്നത് അൺവീൽ ദ അൺസീൻ ഇന്ത്യ അൺചാർട്ടഡ് എന്നാണ്. ഡിഫറെൻറ്റ് ടെറൈൻ ആണ് ഇത്തവണ ഗ്രേറ്റ് ഇന്ത്യ ഡ്രൈവിൽ കൊണ്ടുവരുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് മൂന്നാറിൽ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ടൂറിസം ആയിട്ടാണെങ്കിലും അതുപോലെ തന്നെ ഇക്കണോമിക്കലി ആയിട്ടാണെങ്കിലും ഇവിടുത്തെ പ്ലാന്റേഷനിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ ചെയ്യുന്ന സ്ഥലമാണ്. എന്നാൽ നമ്മളിപ്പോൾ നോക്കുന്നത് ഇവിടുത്തെ വളരെ യുണീക്കായിട്ടുള്ള ഒരു കാര്യമാണ്, അതാണ് ഗ്യാപ്പ് റോഡ്. നമ്മൾ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഡ്രൈവേഴ്സ് റോഡാണ് ഗ്യാപ്പ് റോഡ്. ഈ ഗ്യാപ്പ് റോഡിൻ്റെ ഡൈവേഴ്സിറ്റി എന്താണെന്നുള്ളതും എന്താ ഗ്യാപ്പ് റോഡിൽ നമുക്ക് നോക്കാം. സോ മൈ ഫ്ലൈലേഴ്സ്, വെൽക്കം ടു ഫ്ലൈ. കൊച്ചിയിൽ നിന്ന് മധുര വരെ പോകുന്ന NH47 മൂന്നാറിലുള്ള 9 കിലോമീറ്റർ ഭാഗമാണ് ഗ്യാപ്പ് റോഡ് എന്ന് വിളിക്കുന്നത്. ഗ്യാപ്പ് റോഡ് എന്ന പേര് വരാൻ കാരണം പേര് പോലെ തന്നെ രണ്ട് മലയുടെ ഇടയിലൂടെ പോകുന്ന റോഡ് എന്നാണ്. ഈ മല ചേർത്ത് വെച്ചാൽ ഹാർട്ടിന് ഷേപ്പ് കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. പള്ളിവാസൽ മുതലാണ് ഈ റോഡ് ആരംഭിക്കുന്നത്. ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡുകളിൽ ഒന്ന് തന്നെയാണ് ഇന്ത്യയിൽ ഈ ഗ്യാപ്പ് റോഡ്. എന്തായാലും കേരളത്തിലെ ഏറ്റവും മനോഹരമായ റോഡാണ്. സൗത്ത് ഇന്ത്യയിലെ തന്നെ ആർഗ്യുബിളി വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ്സുമാണ് ഈ ഗ്യാപ്പ് റോഡ്. എന്താണെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഡ്രൈവേഴ്സ് റോഡ് എന്ന ഖ്യാതി ഇപ്പോൾ നിൽക്കുന്നത് ഈ ഗ്യാപ്പ് റോഡിനാണ്. എൻ്റെ ചെറുപ്പകാലത്തും അതുപോലെ തന്നെ വിവാഹം കഴിഞ്ഞ ഉടനെ തന്നെ ഈ റോഡിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ഈ റോഡ് ഇത്ര വീതിയുള്ള ഇത്രയും നല്ല ടാർമാക്കൽ റോഡായിരുന്നില്ല. പിന്നെ ടൂറിസത്തിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് വീതി കൂടുകയും ശരിയായ ഫെൻസിങ് ചെയ്യും ടെക്നിക്കലി ടേൺസ് എല്ലാം ഡെവലപ്പ് ചെയ്ത് നല്ല ടാർമാക്കോട് കൂടിയിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഇവിടെ KSRTCയുടെ ടൂറിസം ബസ്, അതും ഡബിൾ ഡെക്കർ ബസ്, ഇതിൽ ടിക്കറ്റ് എടുത്ത് സഞ്ചരിച്ച് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. ഒരുപാട് ടൂറിസ്റ്റ് ഇതിൽ വരുന്നുണ്ട്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ട്രിപ്പിൽ ഞാൻ ആകർഷണമായത് ഇവിടെ എത്തുമ്പോഴുള്ള മനോഹാരിതയാണ്. മൂന്നാറിൻ്റെ പച്ചപ്പും ടീ ഗാർഡനും മിസ്റ്റി ആയിട്ടുള്ള ക്ലൈമറ്റും അതേപോലെ തന്നെ എപ്പോഴും ഒരു കൂളിംഗ് ഫീലാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇത് ഇന്ത്യയുടെ ടോപ്പോഗ്രഫിയുടെ ഡൈവേഴ്സിറ്റിയിൽ ഏറ്റവും ഭംഗിയുള്ള ഭാഗങ്ങളിലൊന്ന് തന്നെയാണ്. വിത്തൗട്ട് ഡൗട്ട് വൺ ഓഫ് ദ ബെസ്റ്റ് ഏരിയാസ് ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ്സ്. ശരിക്കും എൻജോയ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. എന്തായാലും നിങ്ങളിവിടെ കണ്ട് ആസ്വദിക്കൂ. ഇറ്റ്സ് റിയലി വർത്ത് വാച്ചിങ് ഗ്യാപ്പ് റോഡ് ഓൺ മൂവ്. ഇന്ത്യ തന്നെ ഏറ്റവും മികച്ച റോഡുകളിൽ ഒന്നായിട്ടുള്ള റോഡാണ് ഈ ഗ്യാപ്പ് റോഡ് എന്ന് പറയുന്നത്. ഒരുപാട് സ്ട്രെച്ച് ഉണ്ടെങ്കിലും മൂന്നാറിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു ഭാഗമുണ്ട്. ഈ ഒരു ഭാഗത്തുള്ള ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ്. അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പോഗ്രഫിയാണ്. അതുപോലെ തന്നെ വീതിയുണ്ട്, വളവുണ്ട്, അതുപോലെ തന്നെ നല്ല ടാമാക്കാണ്. എല്ലാം നല്ല സേഫായിട്ട് ഫെൻസിങ്ങും ചെയ്ത്. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്കത് ഡ്രൈവ് എൻജോയ് ചെയ്യാൻ പറ്റണമെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു വണ്ടി വേണം. ഇന്നിപ്പം ഒരു SUV ട്രെൻഡാണുള്ളത്. ആ SUV ട്രെൻഡിൽ തന്നെ ഒരു കാർ ലൈക്ക് ഫീല്, ഡൈനാമിക്സ് കിട്ടുന്ന ഒരു SUV ആണ് ഹ്യുണ്ടായുടെ ക്രെറ്റ. ഹ്യുണ്ടായി ക്രെറ്റ ആണ് ഇപ്പം നമുക്ക് ഈ GIDയിൽ നമ്മളെ ഈ ഡ്രൈവിൽ ഉള്ളത്. അത് ശരിക്കും നമുക്ക് എൻജോയ് പറ്റുന്നത്. പ്രത്യേകിച്ച് നമ്മൾ പെട്രോൾ മോഡലാണ് ഡ്രൈവ് ചെയ്യുന്നത്. ഈ ഡൈനാമിക്സ് എല്ലാം ശരിക്കും നമുക്ക് ഡ്രൈവിൽ എഫക്റ്റ് ചെയ്ത് വരുമ്പോഴാണ് അതിൻ്റെ ആസ്വാദനയും ശരിക്കും അറിയുക. അത് ഞാൻ ശരിക്കും ഈ റോഡിലും കാറിലും അറിഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇതിന് ഒരു ആകർഷണീയതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഗ്യാപ്പ് റോഡ് അമേസിംഗ് റോഡാണ്. വന്നിട്ടില്ലെങ്കിൽ എന്തായാലും വരണം. നല്ല കൂട്ടുകെട്ട്, നല്ല സ്ഥലങ്ങൾ, നല്ല ശുദ്ധവായു, നല്ല കാഴ്ചകൾ, അതിൻ്റെ പുറമെ നമ്മളെ പോലെ വണ്ടി പ്രാന്തന്മാർക്ക് നല്ലൊരു ഡ്രൈവ്, ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ളൊരു ആരോഗ്യപരമായിട്ടുള്ള ആയുസ്സാണ് നമുക്ക് എല്ലാവർക്കും വേണ്ടത്. അതെല്ലാം നമുക്ക് ഈ ഒരു ഡ്രൈവിൽ ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങളും എൻജോയ് ചെയ്യുക. അടുത്ത മറ്റൊരു എക്സ്പീരിയൻസ് ആയിട്ട് കാണുന്നത്. സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വില്ലിംഗ്.